കൂട്ടുകാരി. ഇന്ന് കൂട്ടുകാരിയിൽ കുച്ചിപ്പുടി നർത്തകി ശ്രീലക്ഷ്മി ഗോവർദ്ധനുമായുള്ള അഭിമുഖം കേൾക്കാം. തൃശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുടയിൽ ജനിച്ച ശ്രീലക്ഷ്മി ഗോവർദ്ധൻ നന്നേ ചെറുപ്പം മുതലേ നൃത്ത കലാരൂപങ്ങൾ അഭ്യസിച്ചിരുന്നു. തന്റെ 13-ാമത്തെ വയസ്സിൽ തനിക്ക് ഏറ്റവും ഇണങ്ങിയതും അഭ്യസിക്കാൻ ഇഷ്ടപ്പെട്ടതും കുച്ചിപ്പുടിയാണെന്ന് മനസ്സിലാക്കുകയും അന്നു മുതൽ ആ നൃത്തരൂപം അഭ്യസിക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്ത അവർ തന്റെ പഠനത്തോടൊപ്പം തന്നെ കുച്ചിപ്പുടി അഭ്യസനവും തുടർന്നു പോന്നു. കേരളത്തിൽ ബിരുദ പഠനം പൂർത്തിയാക്കിയ ശേഷം ബിരുദാനന്തര ബിരുദം നേടുന്നതിനായി കേരളത്തിന് പുറത്തേക്ക് പോയതും കുച്ചിപ്പുടിയെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നതിനും പരമ്പരാഗത കുച്ചിപ്പുടിയുടെ അടവുകൾ മനസ്സിലാക്കുന്നതിനും വേണ്ടിയായിരുന്നു. അങ്ങനെ മഞ്ജു ഭാർഗവിയുടെയും വൈജയന്തി കാശിയുടെയും കീഴിൽ കുച്ചിപ്പുടി കലാരൂപത്തിന്റെ 2 വ്യത്യസ്ത ശൈലികൾ അഭ്യസിക്കുകയും ചെയ്തു പോന്നു. അവർ പിന്നെയും യാത്ര തുടർന്നു. ആന്ധ്രാപ്രദേശിന്റെ തനത് കലാരൂപമായ യക്ഷഗാനത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ കുച്ചിപ്പുടി എന്ന പരമ്പരാഗത നൃത്തരൂപത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നതിനും ആ കലാരൂപം ഉപാസിക്കുന്ന നൃത്ത കലാകാരന്മാരുടെ കീഴിൽ കുച്ചിപ്പുടി അഭ്യസിക്കുന്നതിനായി പോവുകയും അങ്ങനെ ആന്ധ്രാപ്രദേശിലെ കുച്ചിപ്പുടി എന്ന പേരിൽ തന്നെ അറിയപ്പെടുന്ന വിജയവാഡയിലുള്ള ഉൾനാടൻ ഗ്രാമത്തിൽ എത്തി. അവിടെ ഗുരു പശുമാർത്തി രത്തയ്യ ശർമ്മയെ കണ്ടെത്തിയതോടെ ശ്രീലക്ഷ്മിയുടെ അന്വേഷണത്തിന് പൂർണ്ണവിരാമമായി. ഗുരുകുല വിദ്യാഭ്യാസം എന്ന രീതിയിൽ തന്നെ കുച്ചിപ്പുടി അഭ്യസിക്കുകയും വേദികളിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നു. നിരവധി പദവികളും ബഹുമതികളും നേടിയിട്ടുള്ള ശ്രീലക്ഷ്മിക്ക് കേരള സംഗീത നാടക അക്കാദമിയുടെ കലാശ്രീ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. ശ്രീലക്ഷ്മിയുമായി സംസാരിക്കുന്നത് ഐശ്വര്യ. ഒരു പെർഫോമർ, ഒരു ആർട്ടിസ്റ്റ്, ഒരു അധ്യാപിക, എല്ലാറ്റിലും കൈവച്ചിട്ടുണ്ട്. ഇത് ഓരോന്നും ആസ്വദിക്കുന്നുണ്ട് എന്നറിയാം. എങ്കിലും ഏതിലാണ് ഏറ്റവും സന്തോഷം കണ്ടെത്തിയിട്ടുള്ളത്? ആർട്ട് എന്ന് പറയുന്നതാണ് എൻ്റെ ഒരു ജീവവായു എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിൻ്റെ തന്നെ വകഭേദങ്ങളാണല്ലോ അത്. പെർഫോം ചെയ്യുമ്പോൾ സ്റ്റേജിൽ നമ്മൾ നിന്ന് ചെയ്യുമ്പോഴോ റിഹേഴ്സൽസിന് ചെയ്യുമ്പോഴോ നമ്മുടെ ഒരു കളരിയിൽ നിന്ന് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകതരം ഫ്രീഡം ഞാൻ പ്രത്യേകിച്ച് അനുഭവിക്കുന്നുണ്ട്. നമുക്കിങ്ങനെ കഥാപാത്രങ്ങളായി മാറാനും പലതരത്തിലുള്ള മൂവ്മെൻറ്റുകൾ ഇങ്ങനെ ഉണ്ടായി വരുന്നതും ഒക്കെ ഭയങ്കര സുഖമുള്ളൊരു അനുഭവമാണ്. ഇതിൻ്റെ തന്നെ ഒരു വേരിയേഷനാണ് കൊറിയോഗ്രഫി എന്ന് പറയുന്നതും ടീച്ചിങ് എന്ന് പറയുന്നതും. അപ്പോൾ എൻ്റെ കുട്ടികളും എല്ലാവരും അവിടെ വന്ന് നിൽക്കുമ്പോൾ വേറൊരു തരത്തിലുള്ള ഒരു എനർജി അവിടെ ഫോമായിട്ട് പുതിയൊരു സംഗതി ഉണ്ടായി വരികയാണ്. പല കൊറിയോഗ്രഫീസ് കഴിഞ്ഞ് നമ്മളത് കാണുമ്പോൾ ഇങ്ങനെ ആലോചിക്കും, ഇതിപ്പോൾ എങ്ങനെ ചെയ്തേ? ഇതിപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇത് ഞാൻ ചെയ്തതേ അല്ല, അത് ആ സമയത്ത് ഉണ്ടായി വരുന്നൊരു കാര്യമാണ്. ഏതാണ് എനിക്ക് ഏറ്റവും സന്തോഷം തരുന്നത് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഈ കലയുടെ ഉള്ളിൽ നിൽക്കുമ്പോൾ ഞാൻ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ളതും ഏറ്റവും പീസ്ഫുൾ ആയിട്ടുള്ളതും ജീവിതത്തിന് അർത്ഥമുണ്ടെന്ന് തോന്നുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോഴാണ്. അത് പെർഫോം ചെയ്യുമ്പോഴാണെങ്കിലും ശരി, കൊറിയോഗ്രഫി ആണെങ്കിലും ശരി, ഇതൊന്നുമല്ല. എനിക്ക് ആരെങ്കിലും നന്നായി നൃത്തം ചെയ്യുന്നതോ പാടുന്നതോ എന്ത് കലാരൂപങ്ങൾ അത് കണ്ടാൽ മതി. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊക്കെ ഇങ്ങനെ അലിഞ്ഞില്ലാണ്ടായി പോണ പോലെ തോന്നും. കേരളത്തിലെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒരു പ്രായത്തിൽ മിക്കവാറും എല്ലാ പെൺകുട്ടികളും ഡാൻസ് പഠിക്കാൻ പോവാറുണ്ട്. അത് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഭരതനാട്യത്തിൽ തുടങ്ങി പിന്നെ മോഹിനിയാട്ടം, പിന്നെ കുച്ചിപ്പുടി, അരങ്ങേറ്റം, അത് കഴിഞ്ഞ് മത്സരങ്ങൾക്ക് പോകുന്നു. കലോത്സവങ്ങൾ ആണ് നമ്മുടെ ഒരു വേദി എന്ന് പറയുന്നത്. ഇങ്ങനെ തന്നെയായിരുന്നോ ശ്രീലക്ഷ്മി ഗോവർദ്ധൻ എന്ന നർത്തകിയും ആദ്യം തുടങ്ങുന്നത്? അങ്ങനെയൊക്കെ തന്നെയായിരുന്നു എന്ന് പറയാം. ഞാൻ ജനിച്ച് ഒരു 6 വയസ്സ് വരെ UAE-ലായിരുന്നു. എൻ്റെ വീട്ടിൽ ആരും ഡാൻസ് ഒന്നും കളിക്കുന്ന ആൾക്കാരൊന്നും ഇല്ല. പിന്നെ 6 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ നാട്ടിൽ തിരിച്ചു വന്നത്. അത് ഡാൻസ് പഠിക്കാനായിട്ട് ഒരു റീസൺ അതും കൂടെ ആയിരുന്നു. ഇവിടെ വന്ന് നമ്മളൊരു ഡാൻസ് സ്കൂളിൽ ചേർന്നു. അത് എല്ലാ കുട്ടികളും പഠിക്കുന്ന പോലെ അടവുകൾ പഠിക്കുന്നു, ഭരതനാട്യം പഠിക്കുന്നു, അരങ്ങേറുന്നു. അങ്ങനെ തന്നെയാണ് എൻ്റെയും പഠനം തുടങ്ങിയിട്ടുള്ളത്. ഞാൻ ഈ കുറച്ചിങ്ങനെ ഒരു ബഹളവും വർത്താനവും ചാട്ടവും മോട്ടൊക്കെ കൂടുതലുള്ള ഒരു വ്യക്തിയാണ്. എനിക്ക് ഒരു സാധനം പഠിപ്പിച്ച് തന്നു കഴിഞ്ഞാൽ അത് അങ്ങനെ എന്നെ കളിക്കാറില്ല. ആ സമയത്ത് എൻ്റെ ചേച്ചിയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടിരുന്ന ഒരു ടീച്ചറുണ്ട്, ശ്രീലക്ഷ്മിനെ ശ്രീകുട്ടി എന്നാണ് വിളിക്കുന്നത്. നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു തരത്തിലും എന്നെ ഉപദ്രവിക്കാത്ത രീതിയിൽ പഠിപ്പിക്കും. അത് കഴിഞ്ഞ് ഇഷ്ടമുള്ള പോലെ കളിച്ചോട്ടെ എന്നുള്ള രീതിയിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ പഠനം എനിക്ക് ബോറടിയായി മാറിയില്ല. പേഴ്സണാലിറ്റിക്ക് ഒരു ക്ലാഷും വന്നില്ല. കേരളത്തിൽ ഉണ്ടായിട്ടുള്ള അതേ പാറ്റേണിൽ തന്നെയാണ് എൻ്റെയും പഠനം ഉണ്ടായിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു വീട്ടിലൊരു അന്തരീക്ഷം, ഇതുപോലെ നമ്മുടെ ഒരു സംസർഗം, അതൊക്കെ നമ്മളെ ഒരു മത്സരം എന്ന് പറഞ്ഞൊരു സാധനത്തിനുള്ളിലേക്ക് കടത്തിവിടാതെ
ആർട്ടിന്റെ വേറൊരു ലോകം കാണിച്ചു തരാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതാണ് നമുക്കിങ്ങനെ എത്തി നിൽക്കാൻ പറ്റുന്നതിന്റെ ഒരു മൂല കാരണം എന്ന് പറയുന്നത്. ആ ഒരു കുട്ടിക്കാലത്ത് കിട്ടിയ ആ ഒരു ഡയറക്ഷൻ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് ബോറടിക്കാനുള്ള സകല സാധ്യതകളുണ്ട്. എന്നെ ഒരാൾ അങ്ങനെ അതുപോലെ കളിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല. എനിക്കിപ്പോഴും പറ്റില്ല. അത് കൃത്യമായ ട്രെയിനിങ്ങുകൾ ആവശ്യമാണ്. അത് അവിടെ നടക്കുന്നതിനോടൊപ്പം തന്നെ ഒരു വ്യക്തിയുടെ ഒരു പേഴ്സണാലിറ്റിയെ ഉപദ്രവിക്കാത്ത രീതിയിൽ വേണം. എല്ലാ വ്യക്തികളും വ്യത്യസ്തരാണ്. എല്ലാവരും ഒരുപോലെ ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? ട്രെയിനിങ് കൃത്യമായിട്ട് നടക്കുക. അത് കഴിഞ്ഞ് പിന്നെ അവർക്ക് ആവിഷ്കരിക്കാനും അവർക്ക് സ്വതന്ത്രമാവാനുള്ള ഒരു സ്പേസ് അല്ലേ, അത് സന്തോഷിക്കാനുള്ള ഒരു സ്പേസ് അല്ലേ, അത് ടോർച്ചർ ആവാൻ പാടില്ലല്ലോ. അപ്പൊ നമ്മൾ ഈ മത്സരങ്ങൾക്ക് വേണ്ടിയിട്ട് കുട്ടികളെ ട്രെയിൻ ചെയ്യുമ്പോൾ അവർക്ക് ഉള്ളിലുള്ള ഒരു കല അതിനെ വല്ലാതെ കുറയ്ക്കുന്നുണ്ടോ? അപ്പൊ മത്സരത്തിന് പോകുമ്പോൾ നമ്മുടെ ഇന്റൻഷനാണ് ഏറ്റവും മുഖ്യമായിട്ടുള്ളത്. എനിക്ക് സമ്മാനം കിട്ടാനാണ്, അതാണ് അവരുടെ ഇന്റൻഷൻ എന്നുണ്ടെങ്കിൽ അവിടെ പ്രശ്നങ്ങളില്ല. അതിന് വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എങ്ങനെ വേണമെങ്കിലും കോർഡിനേറ്റ് ചെയ്യുമ്പോൾ എത്ര വേണമെങ്കിലും ചാടാം, അതിൽ മാത്രമായിട്ട് പോകും. പക്ഷെ അവിടെ വരുമ്പോൾ നിങ്ങളുടെ ഉള്ളൊരു ആർട്ട് വളരുന്നുണ്ടോ, അവിടെ വളർച്ച വരുന്നില്ല. നമ്മൾ പഠിക്കുമ്പോൾ ഭരതനാട്യത്തിന്റെ അടവുകൾ മാത്രമാണ് പലപ്പോഴും പഠിക്കുന്നത്. ചിലപ്പോൾ മോഹിനിയാട്ടത്തിന്റെ അടവ്, കുച്ചിപ്പുടിക്ക് അടവുകളുണ്ട് എന്ന് പോലും അറിയാതെ പെർഫോം ചെയ്യുന്നവരാണ് മിക്കവാറും ഉണ്ടാവുന്നത്. അപ്പൊ ഈ കുച്ചിപ്പുടിക്ക് അടവുകളുണ്ട്, കുച്ചിപ്പുടിയാണ് എന്റെ വഴി എന്ന് ആലോചിക്കുന്നത് എപ്പോഴാണ്? കൂച്ചിപ്പുടി ആദ്യമായിട്ട് പഠിക്കുന്ന തരംഗാണ്. മത്സരത്തിന് തരംഗമായതുകൊണ്ട് അത് നമ്മൾ പഠിക്കുന്നു. അപ്പൊ നല്ല രസമൊക്കെ ഉണ്ടല്ലോ, പ്ലേറ്റ് ഒക്കെ ഉണ്ട്. പക്ഷേ ഈ ഫോമിന്റെ ഉള്ളിലേക്ക് കടന്നപ്പോ അതിന്റെ ഉള്ളിൽ ഒരു പ്രത്യേക സ്വാതന്ത്ര്യം ഉണ്ട്. കൂച്ചിപ്പുടിയുടെ ഉള്ളിൽ ഒരു തിയേറ്ററിന്റെ സ്വഭാവം, അടവുകൾ ഒഴുകുന്നതും, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോഴാണ് ഞാൻ എൻ്റെ മാഷോടും അമ്മയോടൊക്കെ പറഞ്ഞത് എനിക്ക് ഇത് ഇഷ്ടമായി, എനിക്ക് ഭരതനാട്യം വേണ്ട. കൂച്ചിപ്പുടിയിൽ ഇങ്ങനെ ഒരു ഉണ്ടായിരുന്നു. ആ ഒഴുക്കാണ് എന്നെ ഇങ്ങനെ. പിന്നെ എൻ്റെ ഒരു തിയേറ്ററും ഇനി വേറെ ഒന്നും പഠിക്കണ്ട എന്ന് പറഞ്ഞിട്ട് 13 വയസ്സ് തുടങ്ങിയിട്ട് ഞാൻ കൂച്ചിപ്പുടി മാത്രമാണ്. അന്നേരം അങ്ങനെ പറഞ്ഞത് അവര് ഗൗരവത്തിൽ തന്നെ എടുത്തു കൊടുത്തു. ചിലരുടെ ഭാഗ്യമാണ്. അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്ത് ഉപദ്രവിച്ച് നമ്മളങ്ങനെ പഠിപ്പിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇത് നോക്ക് കൂടെ നിന്ന് അങ്ങനത്തെ ഒരു ബലം എനിക്ക് ജീവിതത്തിൽ മുഴുവൻ ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മളിങ്ങനെ ഉള്ളിൽ ആഗ്രഹിക്കണോണ്ടായിരിക്കും ആ കറക്റ്റ് സമയത്ത് അതിന് വേണ്ട ആളുകൾ പഠിപ്പിക്കാനായിട്ട് വരും. അത് നല്ല അനുഭവങ്ങളാവാം, ചീത്ത അനുഭവങ്ങളാവാം. പക്ഷെ അതിന്നൊക്കെ നമുക്ക് ഓരോ ഫേസുകളാണ്. അങ്ങനത്തെ ഓരോന്ന് ഉണ്ടായിട്ടുണ്ട് എനിക്ക്. അതിന്ന് വളരാനും തളരാനും തളർന്നിടത്തുനിന്ന് വളരാനും ഒക്കെ പറ്റിയിട്ടുണ്ട്. അതിനുള്ളൊരു സാമൂഹിക വ്യവസ്ഥയും എനിക്ക് ചുറ്റും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് ബാംഗ്ലൂരായിരുന്നു കോളേജ് പഠനം, മാസ്റ്റേഴ്സ്. ഡിഗ്രി ഞാൻ ആലുവ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ നമ്പൂതിരി സാറിന്റെ അടുത്താണ് കൂച്ചിപ്പുടി പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഏത് പാട്ട് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഇഷ്ടമാക്കി കഴിഞ്ഞാൽ മാഷോട് ഞാൻ പറഞ്ഞു, മാഷ് ഈ പാട്ട് നല്ല രസമുണ്ടല്ലേ, ഈ കൃതി നല്ല രസമുണ്ടല്ലേ. മാഷ് ഇങ്ങനെ പെട്ടെന്ന് ഇതിനേക്ക് അങ്ങോട്ട് കൊറിയോഗ്രഫി ചെയ്യും. ഇതെങ്ങനെ ഈ കൊറിയോഗ്രഫി ഉണ്ടാവണം, എങ്ങനെ മാഷ് താളം പിടിക്കണം, ഇതൊക്കെ ഇങ്ങനെ ക്യൂരിയസ് ആയിരുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞ ഒരു കൊറിയോഗ്രഫിയുടെ വേൾഡ് തുറന്നു തന്നിട്ടുള്ളത് മാഷ ഇങ്ങനെ. പക്ഷെ ഇതിന്റെ ഇത് പിന്നെ എൻ്റെ ഒരു വഴിയാണ്. അതും ഒരു ട്രെയിനിങ് ആണ്. അങ്ങനെ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ഞാൻ PGക്ക് ബാംഗ്ലൂർ ചേരുന്നത്. PGക്ക് ചേരുന്നതിന് മുമ്പേ ഞാൻ കൂച്ചിപ്പുടി പഠിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ബാംഗ്ലൂർക്ക് പോകുന്നത്. അതെ, ഒരു വർഷം ഞാൻ വൈജയന്തി കാശി എന്ന് പറഞ്ഞിട്ടുള്ള ടീച്ചറുടെ വീട്ടിൽ നിന്നിട്ട് പഠിക്കായിരുന്നു. അപ്പോഴാണ് കൂച്ചിപ്പുടിയുടെ അടവുകളും ബേസിക്സ് ഒക്കെ ഇങ്ങനെ പഠിക്കുന്നത്. പിന്നെ മാസ്റ്റേഴ്സ് ഫിനിഷ് ചെയ്യുന്ന സമയത്ത് മഞ്ജു ഭാർഗവി മാമിൻ്റെ അടുത്ത് ഒരു വർഷത്തോളം പഠിച്ചു. ഇതൊക്കെ പല ശൈലിയിലുള്ള കൂച്ചിപ്പുടികളാണ്. അതിൻ്റെ ഒരു യാത്ര, അതിൻ്റെ ഒരു വ്യത്യാസം. പിന്നെ നമ്മൾ ഈ ഫോമിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുകയാണല്ലോ. വ്യത്യസ്തമായിട്ടുള്ള ശൈലിയിലാണ് ഇവരെല്ലാം പഠിപ്പിക്കുന്നത്. അപ്പൊ ഈ ഒന്നിന്ന് മറ്റൊന്നിലേക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഓരോന്നിനും ഭയങ്കര ഡിഫറൻസ് ആണ് ഓരോ ടീച്ചേഴ്സ് പഠിപ്പിച്ചത്. മഞ്ജു മാമിന്റെ അവിടെ എത്തുമ്പോഴാണ് ശരിക്കും നമ്മൾ വെമ്പട്ടി സ്കൂൾ ഓഫ് കൂച്ചിപ്പുടിയുടെ പദ്ധതി മനസ്സിലാക്കുന്നത്. മാമിന്റെ അടുത്ത് നിന്നാണ് ശരിക്കും അടവുകൾ ചെയ്യേണ്ടതും പഠിപ്പിക്കേണ്ട രീതിയൊക്കെ എനിക്ക് മനസ്സിലായത്. അപ്പോഴും എന്തോ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കേണ്ട ഇതൊന്നുമല്ല, എനിക്ക് വേറെന്തോ പഠിക്കണം, എനിക്ക് വേറെന്തോ അറിയണം, എനിക്ക് ഈ റൂട്ട് അറിയണം, ഞാൻ കൺവിൻസ്ഡ് ആവണം. എനിക്ക് അങ്ങനത്തെ ഒരു അന്വേഷണമാണ് ശരിക്കും പറഞ്ഞാൽ ഗുരുനാഥനായിട്ടുള്ള ശ്രീ പസ്മാർത്തി രത്തായ ശർമ്മകാരുവിന്റെ അടുത്ത് എത്തിച്ചത്. കുച്ചിപ്പുടി ഗ്രാമത്തിൽ. അത് 2008. അതാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യേ ജീവിക്കാൻ തുടങ്ങണു എന്നൊക്കെ പറയണ പോലത്തെ ഒരു അനുഭവം ഉണ്ടാവുന്നത്. ഒരു നൃത്ത പഠനം മാത്രമായിരുന്നില്ല എന്ന് പറയാല്ലേ, ഒരു ജീവിതം തന്നെ പഠിക്കുകയായിരുന്നു അവിടെ. ജീവിതം അവിടെ നിന്ന് അങ്ങോട്ട് മാറുകയാണ്. ശരിക്കും നമുക്ക് ഗുരു എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തി നിന്ന് അവരുടെ ജീവിതം അവരെങ്ങനെയാണോ അതൊന്നും നമുക്കൊരു പഠനം ഉണ്ടായി വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആർട്ട് എന്ന് പറയുന്നത് അത്ര ഓണസ്റ്റ് ആണ്. അവർ വേറെ ഒന്നും ചെയ്തിട്ടില്ല ജീവിതത്തിൽ. സ്കൂളിൽ പോവുക അങ്ങനെയൊന്നുമില്ല. ജനിച്ചു വീണത് കൂച്ചിപ്പുടി മാത്രം ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയുടെ ഉള്ളിലേക്ക്, അവിടെ നിന്ന് അത് മാത്രം ചെയ്ത് ഇങ്ങനെ വളരുന്നു. അപ്പൊ അദ്ദേഹം പറയുന്ന ഓരോ വാക്കിനും ഓരോ മൂവ്മെന്റിനും അത്ര അധികം സത്യസന്ധതയുണ്ട്. വേറെ ഒന്നുമില്ല. മാഷിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്ത് കൂച്ചിപ്പുടി എന്ന് പറഞ്ഞ ഒരു ആർട്ട് മനസ്സിലാക്കുന്നതും അതിന്റെ ഒരു വഴിയും അതിന്റെ വേരുകളും ഒക്കെ നമുക്ക് മനസ്സിലാവണം. പിന്നെ ബാക്കിയൊക്കെ ഇങ്ങനെ നമ്മൾ മറക്കേണ്ടി വരിക. ഈ ഗുരുവിലേക്ക് എത്തുന്നതും ഗുരു ശിഷ്യയായിട്ട് സ്വീകരിക്കുന്നതും അത് എളുപ്പമായിരുന്നോ? ആക്ച്വലി ആ യാത്രയും ഇതൊക്കെ മെനക്കെട് തന്നെയായിരുന്നു. കൂച്ചിപ്പുടി ഗ്രാമത്തിലെത്തി ഞാൻ ആദ്യം
ആദ്യം ചോദിക്കുന്നത് പത്മശ്രീക്ക് കിട്ടില്ല. ഏറ്റവും യംഗസ്റ്റ് ആർട്ടിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം സത്യനാരായണ ശർമ്മ ഗാരു, വേദാന്തം സത്യനാരായണ ശർമ്മ ഗാരു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ ചെന്ന് ചോദിക്കുകയാണ്, എന്നെ കൂച്ചുപിടി പഠിപ്പിക്കുമെന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു തെലുങ്ക് അറിയോ? ഞാൻ പറഞ്ഞു തെലുങ്കൊന്നും അറിയില്ല. അപ്പോൾ പിന്നെ പഠിപ്പിക്കാനും പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത് ഓൾഡ് സ്കൂൾ കൂച്ചുപിടിയാണ്, യക്ഷഗാനാണ്. അപ്പോൾ അവർ പറഞ്ഞു തെലുങ്ക് അറിയാത്ത ആൾക്കാർക്ക് ഇത് പറ്റില്ല, അപ്പോൾ കൊള്ളാൻ പറഞ്ഞു. അദ്ദേഹമാണ് അതിലത്തെ ഏറ്റവും മാസ്റ്ററായിട്ട് നിൽക്കുന്നത്. ഒരു പക്ഷേ അദ്ദേഹം പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാണ് ഏറ്റവും വലിയ ഭാഗ്യം. പിന്നെ അവിടെ ഉള്ളത് രത്തായ മാഷ, ഓൾഡ് സ്കൂൾ കൂച്ചുപിടി യക്ഷഗാനം ചെയ്യുന്ന വ്യക്തി എന്നുള്ള രീതിയിൽ രത്തായ മാഷാണ്. രത്തായ മാഷ എന്തുകൊണ്ടാണാവോ പറഞ്ഞത്, നാളെ ക്ലാസ്സിന് വന്നോളാൻ പറഞ്ഞു. പഠിപ്പിക്കാൻ തുടങ്ങി. പിന്നെ അത് ഇതുവരെ നിന്നിട്ടില്ല, ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അത് ശരിക്കും പറഞ്ഞാൽ തെലുങ്ക് അറിയാണ്ട് നമുക്ക് കൂച്ചുപിടി യക്ഷഗാനം പഠിക്കാൻ പറ്റില്ല. പക്ഷെ അദ്ദേഹം ബേസിക് തുടങ്ങി അങ്ങനെ അങ്ങോട്ട് ഇപ്പം നല്ല വൃത്തിയായിട്ട് തെലുങ്ക് പറയാൻ പറ്റും, നമുക്ക് നാടകങ്ങൾ ചെയ്യാൻ പറ്റും, അതിൻ്റെ ഒരു പദ്ധതി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ രണ്ടാമതും ചെന്നു, മൂന്നാമതും ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പതുക്കെ ട്രഡീഷണൽ കൊറിയോഗ്രഫീസ് അങ്ങനെ പതുക്കെ പതുക്കെ പറഞ്ഞു തരാൻ തുടങ്ങിയത്. ആ ഒരു വിശ്വാസത്തിലേക്ക് എത്താനും കുറച്ച് സമയം എടുത്തിട്ടുണ്ട്. അതൊരു യാത്ര തന്നെയാണ്. അവിടെ എത്ര കാലം താമസിച്ച് പഠിച്ചു? മാഷിന്റെ വീട്ടിലാണോ താമസിക്കുന്നത്? ഇന്ന് മാഷിന്റെ വീട്ടിൽ താമസിക്കാൻ പറ്റില്ലായിരുന്നു. ഇന്നിപ്പോ മാഷിന്റെ വീട്ടിൽ നിന്ന് താമസിക്കാൻ. ഞാൻ പോയിരുന്ന സമയത്ത് അതിനുള്ളൊരു ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നില്ല. ശ്രീലക്ഷ്മി സ്വയം അടയാളപ്പെടുത്തുന്നത് എന്തായിട്ടാണ്? നല്ല പെർഫോമർ ആണോ, നല്ല അധ്യാപികയാണോ? ഇത് രണ്ടും ആണെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു ഞാനൊരു ആസ്വാദകയാണെന്ന്. എനിക്ക് വേറൊരു വഴിയിൽ ജീവിക്കാൻ അറിയില്ല. ഡാൻസോ കലാപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് അറിയുള്ളൂ, എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൂ. ആസ്വാദനം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ നൃത്തം ചെയ്യുമ്പോഴും ആസ്വദിക്കുന്നുണ്ട്. ഒരു ഭയങ്കരമായ സ്വാതന്ത്ര്യം ഞാൻ അതിൽ അനുഭവിക്കുന്നുണ്ട്. ഇതേ ആസ്വാദനം ഞാൻ പഠിപ്പിക്കുമ്പോഴും ഉണ്ട്. അവരിങ്ങനെ കളിച്ച് കാണുമ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടായി വരുമ്പോഴും ഭയങ്കരമായിട്ടൊരു ഉള്ളുണർവ് ഉണ്ടാവുന്നുണ്ട്. കുച്ചിപ്പുടി കേരളത്തിൽ പഠിക്കുന്ന രീതിയിലല്ല പഠിച്ചതും ഇപ്പൊ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും. അതിലിപ്പോ ഒരു കൈ വയ്ക്കുന്ന രീതിയാണെങ്കിൽ പോലും നല്ല വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ അഭിനയത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ഇപ്പൊ മണ്ടോദരി ശബ്ദം എടുക്കുകയാണെങ്കിൽ ആസ്വദിക്കുന്നവർക്ക് ആ കാട് കാണാം, ആ കാടിനകത്തുള്ള തവളയെ കാണാം, ആ തവള പിന്നെ മണ്ടോദരിയാവുന്നതും അവൾ രാവണനോട് സംവദിക്കുന്നതും ഒക്കെ നമുക്ക് ശരിക്കും കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പൊ കൃഷ്ണസ്തുതിയിലാണെങ്കിൽ പൂതന വരുന്നത്, പൂതന സുന്ദരിയാവുന്നു, പൂതന സുന്ദരിയായി കഴിഞ്ഞ് അമ്പാടിയിൽ ചെന്ന് അവിടെ ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളും പൂതനയുടെ കൂടെ ആസ്വദിക്കുകയാണ് അമ്പാടി. അത് കഴിഞ്ഞിട്ടാണ് പൂതനയ്ക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, ഓ കൃഷ്ണനെ കൊല്ലാനാണല്ലോ ഞാൻ വന്നത് എന്ന് പറഞ്ഞ് കൃഷ്ണനെ കാണുന്നു. കൃഷ്ണനെ കാണുമ്പോൾ ഉള്ളിൽ ഇങ്ങനെ മാതൃത്വം തുളുമ്പി നിൽക്കുന്നു. എന്നിട്ട് ആ കുട്ടിയെ എടുക്കുന്നു, എന്നാലും കൊല്ലണമല്ലോ എന്ന് പറഞ്ഞ് കൊല്ലുന്നു. ഇത് മുഴുവനായിട്ട് ആ ഒരു ആസ്വാദകനിലേക്ക് എത്തിക്കാൻ കഴിയുന്നുണ്ട്. കുട്ടികൾക്ക് അത് എങ്ങനെയാണ് കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുക? ബേസിക്കലി ഞാനൊരു സ്റ്റോറി ടെല്ലറാണ്, അതാണ് എൻ്റെ ഒരു നേച്ചർ. പിന്നെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോഴും ഞാൻ ഇതിങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യാൻ പറയാറില്ല. ഇതിൻ്റെ കഥകളുടെ ലേയേഴ്സ് ആൻഡ് ലേയേഴ്സ് ഇങ്ങനെ ഇങ്ങോട്ട് തുറന്നു കൊടുക്കും. അങ്ങനെ വരുമ്പോൾ ഈ കഥാപാത്രം ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരില്ലേ, അതിൻ്റെ ഉള്ളിലേക്കാണ് പിന്നെ കൊറിയോഗ്രഫി വരിക. ഇത് ഇവരുടെയൊക്കെ ഇൻപുട്സും ഇതിൽ വരും. അവർ ചെയ്യുമ്പോൾ അവരുടെ ഇൻപുട്സ് വരും. ഇപ്പോൾ ഞാനൊരു കൊറിയോഗ്രഫി ചെയ്യുമ്പോൾ നമ്മൾ വളർന്നു വന്നിട്ടുള്ള സാഹചര്യം, ഞാൻ കാണുന്ന കാഴ്ചകൾ, ലോകത്തിനെ ഞാൻ വീക്ഷിക്കുന്ന വഴി, നമ്മുടെ ഒരു പൊളിറ്റിക്സ് ഉണ്ടാവില്ലേ, അത് അതിൻ്റെ ഉള്ളിൽ വരുമല്ലോ. ഇതാവണമെന്നില്ല ഞാൻ പഠിപ്പിക്കുന്ന കുട്ടിയുടെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത്. ഇത് നിരത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുമായിട്ട് ഡിസ്കഷനാണ്. അവരെന്താ കാണണേന്നുള്ളത് അറിയണം. അവർക്ക് സത്യമല്ലാന്ന് തോന്നുന്നൊരു സാധനം ചെയ്തു കഴിഞ്ഞാൽ അതിൽ പിന്നെ ആത്മാവില്ല. അവർക്കത് കണക്ട് ചെയ്യാൻ പറ്റണം. ഇനി ചിലത് കണക്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് അവരത് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതല്ല. അപ്പൊ എന്താണ് ഇവർക്ക് വരുന്നത് എന്നുള്ളതിന്റെ, അവരെങ്ങനെയാ അതിനെ കാണുന്നത് എന്നുള്ളത്, അത് ഒരുപാട് നമ്മൾ സംസാരിക്കും. സംസാരം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. പിന്നെ അതിന്റെ കൂടെ ഇങ്ങനെ കൊറിയോഗ്രഫി, ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ മൂവ്മെന്റ്സുകൾ ഉണ്ടായി വരും. അതാണ് എൻ്റെ ഒരു ടീച്ചിങ്ങിന്റെ വഴിയും. ഈ കൊറിയോഗ്രഫി ചെയ്യുന്നതിന് ഒരു ചിട്ട അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് ചിട്ട ഇല്ല, അതൊരു വലിയ പ്രശ്നമാണ്. ഞാനങ്ങനെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല. ചിട്ട ഉണ്ടാവണം നല്ലതാണ്. എനിക്ക് കൊറിയോഗ്രഫിയൊക്കെ എപ്പോഴാണ് ഐഡിയാസ് വരിക എന്നൊന്നും പറയാൻ പറ്റില്ല. ചെറിയ ട്രിഗറുകൾ മതി, അതിങ്ങനെ ഐഡിയാസ് വരും. ഇപ്പൊ ഈ എഴുത്തുകാർക്ക് റൈറ്റേഴ്സ് ബ്ലോക്ക് ഉണ്ടാവും എന്ന് പറയില്ലേ, അതുപോലെ ഒരു ക്രിയേറ്റേഴ്സ് ബ്ലോക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ട്. ക്രിയേറ്റേഴ്സ് ബ്ലോക്ക് ഉണ്ടാവുക എന്ന് പറയുന്നത് മാത്രമല്ല, അത് തിരിച്ചറിയാന്നുള്ളതും കൂടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ചില സമയത്തേ നമ്മളൊരു ചെറിയ വട്ടത്തിൽ കിടക്കായിരിക്കും, ആ വട്ടത്തിൽ എങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും, നമ്മൾ അറിയില്ല അത്. അപ്പോൾ നമ്മൾ സാച്ചുറേറ്റഡ് ആവുകയാണ്. അത് നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റുള്ളൂ. നല്ല സൗഹൃദങ്ങളുണ്ടെങ്കിൽ അവരും പറയും. പിന്നെ നമ്മളും വാച്ച്ഫുൾ ആവണം, എന്താ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞ വിഷയം തന്നെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ കിടക്കണ എന്തോ പ്രശ്നങ്ങൾ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണോ, അതോ നമ്മൾ സ്റ്റക്കാണോ, അത് നമ്മൾ
തിരിച്ചറിഞ്ഞുകൊണ്ടേയിരിക്കണം. അങ്ങനെ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നിന്ന് ബ്രേക്ക് എടുക്കുക, പല പല ആർട്ടിസ്റ്റുകളെ കാണുക, പല വേറെ ആർട്ടുകളെ അറിയാൻ നോക്കുക, നമ്മളെ തന്നെ ഒന്നൊന്ന് ശ്വാസമൊക്കെ എടുത്ത് പതുക്കെ മതി, എങ്ങടായി തിരക്ക് പിടിച്ച് ഓടണമെന്നില്ലേ. ചില സമയത്ത് നമുക്കിങ്ങനെ തോന്നും ഓടിക്കൊണ്ടേയിരിക്കാം. ഇപ്പം ഞാൻ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. ഇനി ഒരു ചെറിയ ബ്രേക്ക് എടുക്കാൻ പോകുന്ന ഒരു സമയമാണ്. കാരണം ഓരോ ഫേസുകളുണ്ട്. ആ ഫേസുകളിൽ നമ്മളൊന്ന് ഇരുന്ന് ബ്രീത് ചെയ്ത് സമാധാനത്തിലിരുന്നാൽ മാത്രമാണ് അടുത്തൊരു പടിയിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഈ ശരീരം നോക്കുന്നത്, സെൽഫ് കെയർ, അതൊക്കെ എങ്ങനെയാണ്? ഭയങ്കര ബുദ്ധിമുട്ടാണ് ഐശ്വര്യ. നമ്മൾ അറ്റ്മോസ്റ്റ് കെയർ കൊടുക്കണം. കാരണം ഇതാണ് നമ്മുടെ ഇൻസ്ട്രുമെന്റ്. ഈ ശരീരം അങ്ങനെ ഒരു ഡീജനറേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതിൽ മുട്ട് അതിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തണമെങ്കിൽ അങ്ങേയറ്റം വാമപ്പുകളും എക്സസൈസുകളും സ്ട്രെച്ചിങ്ങുകളും. അതെന്ന് പറഞ്ഞാൽ ഒരു പാറ്റേൺ എക്സസൈസ് ഒന്നും പോരാ, പല തരത്തിലുണ്ട്. നമ്മൾ ഒരു മസിൽ മാത്രം യൂസ് ചെയ്ത് ബാക്കിയുള്ള മസിൽസ് ഒക്കെ ലൂസ് ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ സ്ട്രെങ്ത്, അതിങ്ങനെ കൃത്യമായിട്ടുള്ള സ്ട്രെങ്തനിങ് എക്സസൈസുകൾ നടക്കണം. അതിൻ്റെ ഒപ്പം ട്രീറ്റ്മെന്റുകൾ ഉണ്ടാവണം. ഭക്ഷണ ക്രമീകരണത്തിലായാലും ഇതൊക്കെ ഒരുപാട് പണിയാണ്. ഈ സെൽഫ് കെയർ എന്ന് പറഞ്ഞത് ഇതിന്റെ ഒപ്പം നടന്നുകൊണ്ടിരിക്കണം. എല്ലാവർക്കും ഇങ്ങനെ പറയാം, നിങ്ങൾ അത് കഴിക്കുന്നില്ല ഇത് കഴിക്കുന്നില്ല. കഴിക്കാൻ പറ്റില്ലേ? കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഈ ശരീരം നോക്കുക വലിയ പണിയാണ്. പഠിപ്പിക്കുന്ന കുട്ടികളായാലും അതല്ലെങ്കിൽ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ നൃത്തം ഒരു വഴിയായിട്ട് സ്വീകരിക്കണം എന്ന് വിചാരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ എല്ലാവർക്കും നല്ല ഒരു പിന്തുണ നൽകുന്ന ഒരു കുടുംബം ഉണ്ടാവണം എന്നില്ല. അപ്പൊ അവർ ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ആ ഒരു വഴി തെരഞ്ഞെടുക്കേണ്ടത്. അപ്പൊ തീർച്ചയായും ഈ വരുമാനം എന്ന് പറയുന്നത്, ഇതിൽ പോയാൽ നിനക്ക് എന്ത് കിട്ടും, ബാക്കി മനസ്സിന്റെ സന്തോഷമൊക്കെ ശരി, നീ ആസ്വദിക്കുന്നതാണ് നീ ചെയ്യുന്നത്, പക്ഷെ നിന്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകും എന്നൊരു ചോദ്യം അപ്പോഴും അവർ നേരിടേണ്ടി വരും. നൃത്തം ഒരു വഴിയായിട്ട് തിരഞ്ഞെടുക്കുന്നതിൽ സേഫ് ആണോ? നൃത്തം ഒരു വഴിയായിട്ട് തിരഞ്ഞെടുക്കുന്നത് സേഫ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയാണ്. ഇതിന്റെ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, നൃത്തം പഠിക്കുന്ന ഒരു വ്യക്തി ഇതിനെ കാണുന്നത് സ്റ്റേജ് പെർഫോമൻസ് ആയിട്ടാണ്. നമ്മളൊരു പെർഫോമറായിട്ട് മാത്രമാണ് കാണുന്നത്. അതല്ല അതിന്റെ വഴി. ഇതിന് ഒരുപാട് ശാഖകൾ വേറെ ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ ഞാൻ കുറച്ചും കൂടെ കഷ്ടപ്പെട്ട് വന്നിട്ടുള്ളതാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് വഴി കണ്ടെത്താൻ കുറച്ച് യാത്ര എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്നുള്ളത് അറിയാം. അപ്പം നമുക്ക് ഒരാൾക്ക് സ്റ്റേജ് പെർഫോമർ മാത്രമായിട്ടല്ല നിൽക്കാൻ പറ്റുക. ഒരാൾക്കൊരു കൊറിയോഗ്രാഫർ ആവാം, ടീച്ചർ ആവാം, ഇനി ഡാൻസിനെ കുറിച്ചിട്ടുള്ളൊരു സ്കോളർ ആവാം, ഇതിനു വേണ്ടി സ്റ്റോറീസ് ഉണ്ടാക്കുന്ന ഒരാളാവാം, അതിനെക്കുറിച്ച് എഴുതുന്ന ഒരാളാവും. ആർട്ട് മാനേജ്മെന്റിന് തന്നെ പല പല ഏരിയാസ് ഉണ്ട്. ഇപ്പോൾ കോവിഡ് കാലത്ത് ആർട്ടിസ്റ്റുകളും ഭയങ്കരമായിട്ട് പ്രാരാബ്ധം അനുഭവിച്ചിട്ടുള്ള ഒരു സമയമാണ്. എനിക്ക് അങ്ങനത്തെ പ്രാരാബ്ധം ഉണ്ടായിട്ടില്ല. ആ സമയത്ത് നമ്മൾ മുമ്പേ എക്യുപ്ഡ് ആണ്. ഇപ്പോൾ ടീച്ചിങ് എന്ന് പറഞ്ഞൊരു കാര്യം അവിടെ ഉണ്ട്, കൊറിയോഗ്രാഫി നടക്കുന്നുണ്ട്, പിന്നെ ഇതിന്റെ ബാക്കിയുള്ള വശങ്ങൾ, ഇപ്പോൾ ഒരു ക്യാമറ വശങ്ങളാണെങ്കിലും ഇതൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് വെച്ചിട്ടുണ്ട്, മ്യൂസിക്കാലിറ്റി എക്സ്പ്ലോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പല പല ഏരിയാസ് ഓൺലൈൻ ആണെങ്കിലും എനിക്ക് തുറന്നു വരാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ വർക്ക് ഉണ്ടായിട്ടുള്ള ഒരു സമയം എന്ന് പറയുന്നത് കോവിഡാണ്. ഇപ്പം എൻ്റെ ഒരു സ്റ്റുഡൻസിൻ്റെ അടുത്തും 5 പേരുണ്ടെങ്കിൽ 5 പേര് 5 തരത്തിൽ ടാലൻറ്റഡാ. ഒരാൾ എക്സ്ട്രീംലി ഗുഡ് പെർഫോമർ ആയിരിക്കും, വേറൊരാൾക്ക് നല്ല കൊറിയോഗ്രാഫിക് ഐഡിയാസ് ഉണ്ടാവും, ഒരാൾക്ക് നല്ല താളപ്പിടിപ്പായിരിക്കും, ഒരാൾ നന്നായി വായിക്കുകയും എഴുതുകയും ചെയ്യുന്ന ഒരാളായിരിക്കും, ഒരാൾക്ക് ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റാവുന്ന ആൾക്കാരായിരിക്കും. ഇതൊരു ടീച്ചർ എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാവും. ഈ ഒരു ഏരിയാസ് ഇവരെ ഒന്നിങ്ങനെ ഇങ്ങോട്ട് പുഷ് ചെയ്ത് വിടുകയാണെങ്കിൽ അവർ ആ വഴിയിൽ നല്ലോണം ഉദിക്കുകയും ചെയ്യും, അവർക്കതിന്ന് വരുമാനവും കിട്ടും, ഇവർ ഡാൻസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ ഏരിയാസ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് അതല്ലേ നമ്മൾ അച്ഛനമ്മമാരും സ്കൂൾ ടീച്ചേഴ്സും ഒക്കെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ട്രിഗർ ചെയ്ത് വിടും. ഈ ഒരു ഏരിയ നല്ലതാണല്ലോ, ഇത് നന്നായി പഠിക്കണ്ടല്ലോ എന്ന് നമ്മളിങ്ങനെ പറയുമ്പോൾ അവർക്കും അതൊരു ഇതുണ്ടാവുമല്ലോ. എൻ്റെ ഒരു ടീച്ചിങ് പദ്ധതിയിൽ അങ്ങനെയാണ് കുട്ടികൾക്ക് പല പല വഴികൾ കാണിച്ചു കൊടുക്കുക. ആദ്യത്തെ ഒരു സ്റ്റേജ് കേരളത്തിൽ തന്നെയാണോ കിട്ടുന്നത്? അല്ല, എനിക്ക് കേരളത്തിൽ ഇപ്പോഴും പരിപാടികൾ കുറവാണ്. അപ്പം ഞാൻ തുടങ്ങിയ കാലഘട്ടത്തിൽ ആക്ച്വലി എനിക്ക് പെർഫോമൻസുകൾ ഉണ്ടായിട്ടുള്ളത് കേരളത്തിന് പുറത്ത് ഈ ഡാൻസ് ടീച്ചേഴ്സും ഓർഗനൈസേഴ്സും കണ്ടിട്ട് നമ്മളെ വിളിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് കേരളത്തിൽ നല്ല വെന്യൂസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പെർഫോമൻസ് എന്ന് പറയുന്നത് നമ്മുടെ എനർജി കാണികളിലേക്ക് എത്തുന്നു, കാണികളുടെ ഒരു എനർജി നമ്മളിലേക്ക് വരുന്ന ഒരു ഇതുണ്ട്. പ്രത്യേകിച്ച് അങ്ങനെ പറയാനൊരു വേദി ഉണ്ടോ, മറക്കാനാവാത്തതെന്നൊക്കെ പറയില്ലേ? കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അങ്ങനെ അവരുടെ റെസ്പോൺസുകൾ അങ്ങനെ നോക്കാറില്ല. പക്ഷെ ചില സ്റ്റേജുകളിൽ നമുക്കറിയാം നമ്മുടെ ഓഡിയൻസിൻ്റെ എനർജി നമുക്കിങ്ങനെ അറിയാം. പിന്നെ ഒരു പോയിന്റിൽ നമ്മളങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളും ഓഡിയൻസും തമ്മിൽ വലിയ
അന്തരമില്ലാത്ത രീതിയിലുള്ളൊരു യാത്രയാവണം. അത് നമ്മളിങ്ങനെ ഒരു കഥ പറയാം, കുട്ടിക്ക് കഥ പറഞ്ഞു കൊടുക്കുകയാണ്. കുട്ടിക്ക് എങ്ങനെയാണോ കഥ മനസ്സിലാവുക എന്നുള്ള രീതിയിലല്ലേ നമ്മൾ പറയാം. പണ്ട് ഒരു രാജാവുണ്ട്. ഇതിന്റെ തന്നെ ടോണുകൾ മാറില്ലേ നമ്മൾ കുട്ടിക്ക് കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ? അതേപോലെ തന്നെ ഈ ഓഡിയൻസ് ആയിട്ട് അറിയാതെ തന്നെ നമുക്കൊരു കണക്ഷൻ വരും. നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ ഡാൻസ് മാറണതായിട്ട് എനിക്ക് തോന്നിയിട്ട്, എന്റെ ചിന്തകളാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ചില സ്ഥലങ്ങളിൽ ഭയങ്കര ഡെഡായിരിക്കും ഓഡിയൻസും. അപ്പോഴും നമ്മളിങ്ങനെ ഇവരുടെ ഉള്ളിലേക്ക് ഇങ്ങനെ എത്താനുള്ള ഒരു യാത്ര എവിടെയോ നടക്കുന്നുണ്ട്. ഈ പറഞ്ഞ ഒരു ഇന്ററാക്ഷൻസ് നടക്കുന്നത് പരിപാടി കഴിഞ്ഞതിന് ശേഷമാണ്. ഓഡിയൻസ് നമ്മളുടെ അടുത്ത് വന്ന് അവരുടെ ഒരു അനുഭവങ്ങൾ പറയുമ്പോഴാണ് നമ്മൾ വിചാരിച്ച കാര്യം അവിടെ എത്തിയിട്ടുണ്ടോ, അതിന്റെ അപ്പുറത്തേക്ക് അവർ ചിന്തിച്ചിട്ടുണ്ടോ, അവരുടെ വേറെ ഇന്റർപ്രിട്ടേഷൻസ് എന്തൊക്കെയായിരുന്നു എന്നുള്ളത് വരിക. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പെർഫോം ചെയ്യുമ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ആദ്യമേ കാണികൾക്ക് പറഞ്ഞു കൊടുക്കും. അതിപ്പോ എല്ലാവരും അവിടെ ഇരിക്കുന്നവര് ഡാൻസ് അറിയുന്നവരായിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ട് തന്നെ അത് കാണാൻ വന്നിരിക്കുന്നവർക്ക് ആ ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ കുറെയൊക്കെ സഹായിക്കും. ഈ ഒരു രീതി സ്വന്തമായിട്ട് അങ്ങനെ വേണം എന്ന് ആലോചിച്ചിട്ട് കൊണ്ടുവന്നതാണോ? ഗ്രാജുവലി വന്നിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മുടെ പെർഫോമൻസുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പുറത്തുനിന്ന് ഒരാളാണ് അനൗൺസ് ചെയ്യുക. അനൗൺസ് ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നിയിട്ട് ഇതല്ലല്ലോ ഞാൻ ഉദ്ദേശിച്ചത്. അവരുടെ ടോണ് മാറുമ്പോൾ അതിന്റെ ഒരു ഇന്റൻസിറ്റി കുറയണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്തിനപ്പോ വേറൊരാള് കഥ പറയണത്, ഇപ്പം ഞാൻ ചെയ്യണ സാധനമല്ലേ, അപ്പം ഞാൻ തന്നെ പറഞ്ഞാൽ പോരെ. ഞാൻ കഥ പറയാൻ തുടങ്ങി. എനിക്കും ഈ പറഞ്ഞ പോലെ തന്നെ ഓഡിയൻസ് ആയിട്ടൊരു കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കുന്നുണ്ട്. ആ ഒരു റെസ്പോൺസും അപ്പൊ വരും. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിന്റെ ഒന്നും റീസൺസ് എനിക്ക് പറയാറില്ല. നമ്മൾ സ്റ്റേജിൽ കയറി വർത്താനൊക്കെ പറഞ്ഞ് ഡാൻസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയോ ചേഞ്ചുകൾ നടക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ ശബ്ദം തന്നെ മാറാറുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കഥ പറയുമ്പോൾ പോലും അനൗൺസ് ചെയ്യുമ്പോൾ ഞാൻ പറയുന്നൊരു രീതിയോ എൻ്റെ സ്ഥിരമായിട്ടുള്ളൊരു ശബ്ദമോ വാചകങ്ങൾ ഉണ്ടാക്കുന്ന രീതിയോ അതൊന്നുമല്ല മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് ഈ കഥ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങുമ്പോൾ അതൊരു കളക്റ്റീവ് എനർജി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. വിദേശത്ത് ധാരാളം നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ട്. ജർമ്മനി, സ്വിറ്റ്സർലൻഡ്, ലണ്ടൻ, UAE അങ്ങനെ പല രാജ്യങ്ങളിലും. അവിടെയും ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ചെയ്യുമ്പോൾ അവരിലേക്കും അത് കൂടുതൽ എത്തുന്നുണ്ടോ, അതോ ഭാഷ ഒരു പ്രശ്നമായിട്ട് അവിടെ വരാറുണ്ടോ? ചില സ്ഥലങ്ങളിൽ ഭാഷ വർക്കാവില്ല. കൊറിയയിൽ പെർഫോമൻസ് ഉണ്ടായിരുന്നു, അവർക്ക് ഭാഷ അറിയേയില്ല. അതേപോലെ ഞാൻ ഒരിക്കൽ ജോർഡനിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് പ്രശ്നമാണ്. ഞാനിങ്ങനെ ഇംഗ്ലീഷിലോ 1-2 വാചകങ്ങളിലൊക്കെ പറഞ്ഞു നിർത്തും. പിന്നെ അവരുടെ ഒരു ആസ്വാദനത്തിനായിട്ട് വിടുകയാണ്. ചില സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒന്ന് അവർ ഓപ്പൺ ആയിട്ടായിരിക്കുന്നത്. അഷ്ടപതിയിൽ നമ്മൾ കൃഷ്ണനും രാധയും പോർട്രേ ചെയ്യുന്ന രീതിയിലേ ആയിരിക്കില്ല അവർ ഒരു റൊമാൻറ്റിക് സിറ്റുവേഷനെ വിഷ്വലൈസ് ചെയ്യണത് തന്നെ. അതാണ് അതിൻ്റെ രസം എന്ന് പറയുന്നത്. അവരതിൻ്റെ ഉള്ളിൽ നിന്ന് വേറൊരു ഇന്റർപ്രിട്ടേഷൻ ഉണ്ടാക്കി വരും. ഇതൊക്കെ എല്ലായിടത്തും സെയിം ആണേ, യൂണിവേഴ്സലി സെയിം ആണ്. ഫ്രാൻസിൽ ഞാൻ പെർഫോം ചെയ്തിട്ട് ഒരു അഷ്ടപതിയാണ് ചെയ്തിട്ടുള്ളത്. കൊറിയോഗ്രാഫി ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ ഇതൊരു മിസ്റ്റേക്ക് പ്ലേസിൽ നടക്കണതാണ് എന്നാണ് ഞാൻ എൻ്റെ ഉള്ളിൽ ധരിച്ചു വെച്ചിട്ട് ഈ കൊറിയോഗ്രാഫി മുഴുവൻ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞിട്ട് കുറച്ച് പേര് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത് അവർക്ക് എൻ്റെ ചുറ്റും ഒരു പുകയുള്ള പോലെ ഇങ്ങനെ തോന്നി. അവിടെ പുകയൊന്നും ഉണ്ടായിരുന്നു, ഒരു സാധാരണ സ്റ്റേജ് ആയിരുന്നു. പക്ഷെ ദേ ഫെൽറ്റ് ദാറ്റ് പുകയുടെ ഉള്ളിൽ ഒരിത്. അപ്പോൾ ഒരു പോയിന്റിൽ ഇവർ കണക്ട് ചെയ്യും. അവിടെ ഈ പറഞ്ഞ ഭാഷയോ കൂച്ചുപുടിയുടെ ഫോമാറ്റോ ഇതൊന്നുമില്ല. ഇതൊക്കെ ട്രാൻസെൻഡ് ചെയ്തിട്ട് വി ട്രാവൽ ഇൻ ദ സെയിം ഇമോഷൻ ഓർ ദ സെയിം റൂട്ട്. അതിന് പറ്റണത് എന്താന്ന് വെച്ചാൽ ഇവർ ഓപ്പൺ ആയോണ്ടാ. വേറെ ഭാരങ്ങളില്ല. മഹാഭാരതത്തിന്റെ ഭാരമില്ല, ശൂർപ്പണഖയും രാവണന്റെയും രാമന്റെയും ലക്ഷ്മണന്റെയും ഭാരമില്ല. ഇവര് ഏതോ വ്യക്തികൾ കടന്നു പോകുന്ന ഇമോഷൻസിൻ്റെ ഉള്ളിൽ കൂടെ കടന്നുപോയി അവരുമായിട്ട് അത് സംവദിക്കുക ചെയ്യണേ. ദാറ്റ്സ് എ ഡിഫറെന്റ് ഫീലിംഗ്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിക്കാത്തത് ഇന്റർപ്രിട്ടേഷൻസും വരും. അതും ഭയങ്കര രസമല്ലേ, ലേയേഴ്സ് ഇങ്ങനെ തുറന്നു വരികയല്ലേ. കാലാധിവർത്തിയായിട്ടുള്ളത്, ദേശാധിവർത്തിയായിട്ടുള്ളത്, അതിനെയൊക്കെയാണ് നമ്മൾ ക്ലാസിക് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ധാരാളം നൃത്തരൂപങ്ങളുണ്ട്. പക്ഷെ ക്ലാസിക്കൽ നൃത്തരൂപങ്ങൾ എന്ന് പറയുന്നത് ഈ കുച്ചിപ്പുടി, ഭരതനാട്യം, മോഹിനിയാട്ടം, കഥകളി അങ്ങനെ ചിലത് മാത്രമാണ്. എന്താണ് ഈ ക്ലാസിക്കൽ നൃത്തരൂപങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത്? ഈ കുച്ചിപ്പുടി ഒരു ക്ലാസിക്കൽ നൃത്തരൂപമായപ്പോൾ അതിനെന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്നുള്ളതല്ലേ. ശരിക്കും ഒരു പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ആണ് നമുക്ക് ഈ പറഞ്ഞ ക്ലാസിക്കൽ എന്ന് പറഞ്ഞൊരു പദവിയിലേക്ക് ഫോമുകൾ മാറുന്നത്. ക്ലാസിക്കൽ ആകുന്നതിന് വേണ്ടി തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഒരു കലാരൂപത്തിന് ഉണ്ടാക്കിക്കൊണ്ട് വരേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഗുരുകുലമായിരുന്നു നമ്മുടെ വിദ്യാഭ്യാസം അല്ലേ. ഇന്ന് വളരെ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള വളരെ ചിട്ടയായിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറി. അപ്പം നമ്മൾ ഒരു സ്ട്രക്ചർ വന്നു. ഇതാണ് റൈറ്റ് കൈൻഡ് ഓഫ് എഡ്യൂക്കേഷൻ എന്നാണ് നമ്മളിപ്പോൾ പറയുന്നത് അല്ലേ. അപ്പോൾ ഗുരുകുലം മോശമായിരുന്നോ? അങ്ങനെ ഒരു ചോദ്യമില്ലേ. ഈ ഫോമുകൾക്കൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ കൂച്ചുപുടി യക്ഷഗാനം എന്ന് പറയുന്നത് ഒരു ക്ലാസിക്കൽ കലാരൂപമായിട്ട് പെടുത്തിയിട്ടില്ല. ഈ യക്ഷഗാനത്തിൽ നിന്ന് മാറി വന്നിട്ടുള്ള ഒരു
ഏകാഹാര്യ സോളോ ആയിട്ടുള്ള ഒരു ഫോമാറ്റ്, അതിനൊരു ചിട്ട കൊണ്ടുവന്നിട്ടുള്ള കൂച്ചിപ്പുടി എന്ന് പറയുന്ന ഒരു ഏകാഹാര്യ ഫോമാറ്റിനാണ് ക്ലാസിക്കൽ പദവി കിട്ടിയിട്ടുള്ളത്. പദ്ധതിയുടെ ഉള്ളിലേക്ക് കൂച്ചിപ്പുടിയെ മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. എല്ലാ ഫോമുകളും സ്ട്രക്ചർ അതിനിങ്ങനെ ഒരു ഫോമാറ്റ് കൊണ്ടുവന്ന് ക്ലാസിക്കലാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കൂച്ചിപ്പുടി യക്ഷഗാനാണ്. അതിൻ്റെ ഉള്ളിലുള്ള ഒരു ഇൻട്രിക്കസീസ് എന്ന് പറയുന്നത് നമുക്ക് അത്രയും ഈ പറഞ്ഞ സ്ട്രക്ചേർഡിൻ്റെ ഉള്ളിലില്ല. കൂച്ചിപ്പുടി യക്ഷഗാനത്തിനുള്ളിൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റാവുന്ന അത്രയൊന്നും ഇതിനുള്ളിൽ പറ്റില്ല. പക്ഷേ ഈ യക്ഷഗാനത്തിൽ നിന്ന് നമ്മൾ റൂട്ടഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിതൊക്കെ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ക്ലാസിക്കലിൽ നിന്ന് നമ്മളിപ്പോൾ ഒന്ന് വിളിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഫോമാറ്റിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുള്ള വളരെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് മുമ്പുള്ള ഫോമാറ്റ് ഇല്ലെങ്കിൽ ഇതൊന്നും ഇല്ലേനും. ദേശവും കാലവും ഒക്കെ അതീതമായി നിൽക്കുന്നത് കലയാണ്. കല എന്ന് പറഞ്ഞത് മാറിക്കൊണ്ടേയിരിക്കും. അതിങ്ങനെ ആ സമൂഹം എന്താണോ അപ്പോൾ ഉള്ളത് അതനുസരിച്ച് അത് മാറിക്കൊണ്ടേയിരിക്കും. പക്ഷെ അതിന്റെ ആ ഒരു റൂട്ടിൽ നിന്നുകൊണ്ട് തന്നെ വേണം ആ മാറ്റം എന്ന് തന്നെയാണോ? ഈ ട്രഡീഷനും നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ഒരു സാധനം തന്നെയാണ്. ഇപ്പം എന്താ ഈ ട്രഡീഷൻ എന്ന് പറയുന്നത്? ഇപ്പം എൻ്റെ മാഷ് ചെയ്യുന്നതാണ് ഞാൻ ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ അതിന് മുമ്പൊരു ജനറേഷൻ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് അതിന് മാറ്റം വന്നിട്ടൊക്കെ തന്നെയാണ് ഇവിടെ ആയിട്ടുള്ളത്. ഇന്നത്തെ കാലത്ത് സംഭവിക്കുന്നതും ഇന്നത്തെ ശരീരവും ഇന്നത്തെ മാനസികാവസ്ഥയും ഇന്നത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷനും ഒക്കെ വെച്ചിട്ട് വന്നിട്ടുള്ള ഒരു ഫോമാണ് ഇന്ന് നടക്കുന്നത്. ഇതിനൊരു 10 വർഷം കഴിഞ്ഞാൽ മാറും. അപ്പം നമ്മൾ ഈ ട്രഡീഷൻ എന്ന് പറയുന്നതും നമുക്ക് കുറച്ചിങ്ങനെ പിന്നോട്ട് കാണാൻ പറ്റാവുന്ന ഒരു കാര്യത്തിന് നമ്മൾ ട്രഡീഷൻ എന്ന് വിളിക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ ശില്പങ്ങളിൽ കാണുന്ന കരണങ്ങൾ കുത്തിവെച്ചിട്ടുണ്ട്, അതൊക്കെ എവിടെയാന്ന് പോലും നമുക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഒരു ഡാൻസ് ഫോം ഇന്നില്ല. ഇതൊക്കെ ഇങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഞാനിപ്പോഴും പറയാം, നമ്മൾക്ക് യാത്ര ചെയ്ത് എത്രത്തോളം പിന്നോട്ട് പോയി ഇത് എവിടെ നിന്ന് വന്നു എന്ന് അറിയാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്ര റൂട്ടഡ് ആവുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് മോഡേൺ ആയിട്ടും നമ്മുടെ ഈ കാലഘട്ടത്തിൽ നിന്ന് സംസാരിക്കാനായിട്ട് പറ്റും. നല്ല ബേസ്മെന്റ് വേണമല്ലോ, നല്ല മുകളിലേക്ക് പണിത് ഉയർത്താൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു യാത്ര ഉണ്ടാവുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതല്ലാതെ അതിൽ തന്നെ മുറുകെ പിടിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് തോന്നുന്നുണ്ട്. മുന്നോട്ട് സഞ്ചരിക്കാൻ പറ്റില്ല. എല്ലാ പഠനങ്ങളും മുന്നോട്ട് സഞ്ചരിക്കാനുള്ള ഒരു യാത്രയാവണം, കുടുങ്ങിക്കിടക്കാനുള്ളതാവരുത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചിലപ്പോൾ നമ്മൾ ചേരില്ല, നമ്മൾ ഇതിൽ പോവില്ല എന്ന് വിചാരിക്കുന്നത് ഇപ്പൊ ഖവാലി കുച്ചിപ്പുടിയിൽ വരുന്നു. ആ ഒരു ഇതൊക്കെ എന്ന് വെച്ചാൽ ഖവാലിയും കുച്ചിപ്പുടിയും വ്യത്യസ്തമാണ്. ഖവാലി കുച്ചിപ്പുടിയിൽ വന്നാൽ എന്താ കുഴപ്പം എന്ന് കാണുമ്പോൾ നമുക്ക് തോന്നുന്ന രീതിയിലേക്ക് അത് എത്തിക്കുക. ഈ പാരമ്പര്യത്തിൽ നിൽക്കുമ്പോഴും നമ്മൾ ആ പുതുമയിലേക്ക് പോകുന്നതിന്റെ ഒരു ഭാഗമായിട്ടുള്ള ചിന്തയുടെ ഇതായിട്ട് വന്നതാണോ അതും? ഇതെന്താന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഞാൻ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ. പലതരത്തിലുള്ള സംഗീതങ്ങൾ കേൾക്കുന്നുണ്ട്, വായനകളുണ്ട്, പലതും നമ്മളെ ഇൻസ്പയർ ചെയ്യും. എൻ്റെ വഴി കൂച്ചിപ്പുടി ആയതുകൊണ്ടും പഠിച്ചിട്ടുള്ളത് അതായതുകൊണ്ടും അതിന് ഇൻസ്പയർഡ് ആയിട്ട് എനിക്ക് ഒരു സാധനം ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല. പണ്ടുള്ള ആൾക്കാർ, ഗുരുക്കന്മാർ വേറൊരു ഫോം കാണാനായിട്ട് അവരുടെ സ്റ്റുഡൻസിനോ അവരോ കാണില്ല. കൂടിയാട്ടം ചെയ്യുന്ന ആൾക്കാർ കഥകളി കാണില്ല, കഥകളി ചെയ്യുന്നവർ കൂടിയാട്ടം കാണില്ല. കാരണം അതിൻ്റെ ചെറിയ മൂവ്മെന്റ് ഇതിനുള്ളിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. അശുദ്ധമായിട്ടുള്ള അതങ്ങനെ കൊണ്ട് നടക്കാന്നുള്ളതാ. പക്ഷെ നമുക്ക് ഇന്നത് പറ്റില്ല. പക്ഷേ ഈ റൂട്ടഡ് ആയിട്ട് നമുക്കൊരു സാധനം പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനുള്ളിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് കുറച്ചൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മൾ നൃത്തത്തിന്റെ വഴിയിൽ ഒരുപാട് പോയി. കുടുംബത്തെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞില്ല. കുടുംബത്തെക്കുറിച്ച് അമ്മയാണ് ഒരുപാട് കൊണ്ട് നടന്നത് എന്ന് പറഞ്ഞു. അമ്മ തന്നെയാണ് എൻ്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്. വീട്ടിലെല്ലാവരും ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ കുറച്ചൊരു ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ആളുകളാണ്. അച്ഛമ്മ മ്യൂസിക് ടീച്ചറൊക്കെ ആയിരുന്നു. അതേപോലെ അച്ഛനും തിയേറ്റർ ആണെങ്കിലും വരയ്ക്കാനും, എൻ്റെ അനിയനും എല്ലാവരും ആർട്ടിസ്റ്റിക്കലി എല്ലാവരും ഉണ്ട്. ഇത് പ്രൊഫഷണലി എടുത്തത് ഞാൻ മാത്രമാണെന്നേ ഉള്ളൂ. പിന്നെ അതിമനോഹരമായിട്ടുള്ളൊരു സൗഹൃദം, ഫ്രണ്ട്സ് എന്ന് പറഞ്ഞൊരു സർക്കിളും എനിക്കുണ്ട്. അതിനെ ഞാൻ എൻ്റെ കുടുംബമായിട്ട് തന്നെയാണ് കാണുന്നത്. തീർച്ചയായിട്ടും ഇനി മുന്നോട്ട് ഒരുപാട് നല്ല നല്ല നൃത്തങ്ങൾ ഉണ്ടാവട്ടെ, പുതുവഴികൾ ഇനിയും തെളിഞ്ഞു വരട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു ഐശ്വര്യ. കുച്ചിപ്പുടി നർത്തകി ശ്രീലക്ഷ്മി ഗോവർദ്ധനുമായുള്ള അഭിമുഖമാണ് കൂട്ടുകാരിയിൽ ഇതുവരെ കേട്ടത്. ശ്രീലക്ഷ്മിയുമായി സംസാരിച്ചത് ഐശ്വര്യ. നിർവഹണ സഹായം അജിത അരവിന്ദ്. കൂട്ടുകാരി.